ഓൻ വന്നില്ലല്ലേ? ഇന്നും നേരം പോയിട്ട് തന്നെ ഓന്റെ കാര്യം. നീ എങ്ങനെയാണോ ഓന്റെ ഒപ്പം ജീവിക്കുന്നത്? എല്ലപ്പ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് നീ എങ്ങനെയാ ജീവിക്കുന്നത്? നീ എന്ത് കണ്ടിട്ടാണോ ഓന്റെ ഒപ്പം വന്നിന്? ഞാൻ പറഞ്ഞെന്ന് പറയണ്ടേ, പിന്നെ ഞാനുമായിട്ട് ഒന്ന് ഇടല ഉണ്ടാവുക. ഇതൊന്നും ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഞാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് പറയും, നല്ലൊരു പെണ്ണാണ്, അതിനെല്ലാം നല്ല എങ്ങനെ നോക്കണ്ടേയാണെന്ന്. ഇത് ആരോടാ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ നേരം വെച്ചിട്ടാണ് ഞാൻ ഈ സമയത്ത് വരുവോ എല്ലാ ദിവസവും. അപ്പൊ കോൻ വരുവോ ചെയ്യൂല. പാവേ, അച്ഛൻ വരുന്ന നോക്കിക്കുന്ന മോളിങ് വാ, മാമന്റെ മടിയിലേക്ക് വാ. എങ്ങ വാ, ചോദിക്കട്ടെ. നിന്നോട് അച്ഛൻ പറയില്ലേ ആരെങ്കിലും വന്ന് വിളിച്ചാൽ മടി കയറി ഇരിക്കുന്നത്? അകത്തേക്കോ അങ്കിളെ പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇപ്പൊ നമ്മൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പ വരുന്ന ചെയ്യല്ല അങ്കിളെ. അങ്കിൾ അച്ഛങ്ങളപ്പ വാ. ഇത്രേ ഉള്ളൂ, മുട്ടേന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ. വായിലേന്നാവിന് അച്ഛന്റെ അതേ മോളന്നെ. അമ്മ, അയാൾ അച്ഛന്റെ കുറ്റം പറയുമ്പോ അമ്മ എന്തിനാ മൂളിക്കൊടുക്കുന്നേ? അയാൾ അച്ഛന്റെ കുറ്റല്ലേ പറയുന്നത്? അതും അച്ഛൻ ഇല്ലാത്ത സമയത്ത് മാത്രമേ വരികയും ചെയ്യൂ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ അമ്മ പറയൂ, പെൺകുട്ടികളല്ല അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ചെറിയ ആയിന് വലിയ വർത്താനം പറയരുത്. നമ്മൾ അച്ഛനല്ലേ കുറ്റം പറയുന്നേ? അച്ഛൻ ഇപ്പൊ പണിക്ക് പോയതല്ലേ? അച്ഛൻ ചില സമയത്ത് കുടിക്കലുണ്ട്. അയാളെ പോലെ എപ്പവും കുടിച്ചാടുന്ന ഇറങ്ങലില്ലല്ലോ. ഇവിടെ അവസ്ഥ എത്ര പേരുണ്ട്. അച്ഛന്റെ സാഹചര്യം അമ്മ അറിയുന്നില്ലേ? അമ്മ അറിയേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു. മോളെ, മോൾ ഇങ്ങനെല്ലാം പറയുമ്പോ മോളെ അഹങ്കാരിയായിട്ടും ധിക്കാരിയായിട്ടല്ലേ കാണുമല്ലാരും. കാര്യം തുറന്നു പറഞ്ഞിട്ട് ഞാൻ ധിക്കാരിയാണെന്നുണ്ടെങ്കിൽ ധിക്കാരി ആയിക്കോട്ടെ. അന്നെ അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലേ കാര്യം തുറന്നു പറയണം. ഇനി എന്റെ അച്ഛനെ ആര് കുറ്റം പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പറയും.